ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ടീസ്റ്റ നദീതട വികസന പദ്ധതിയിൽ ചൈനയുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ്. നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതിയ BNP സർക്കാരിന്റെ കാലത്ത് ധാക്കയും ബീജിംഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയായി പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി ഇരു രാജ്യങ്ങളും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ സുരക്ഷാ ഇടനാഴിയായ സിലിഗുരി കോറിഡോറിന് തൊട്ടടുത്താണ് ഈ പദ്ധതിയെന്നത് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നു. കിഴക്കൻ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയും ഒഴുകി ബംഗ്ലാദേശിൽ പ്രവേശിച്ച് ജമുന നദിയിൽ ചേരുന്ന 414 കിലോമീറ്റർ ദൈർഘ്യമുള്ള നദിയാണ് ടീസ്റ്റ. ടീസ്റ്റയിലെ ജലം കൂടുതൽ വേണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം $1 ബില്യൺ ചിലവിൽ ടീസ്റ്റ് പദ്ധതിക്ക് ധനസഹായം നൽകാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു. ടീസ്റ്റ പദ്ധതി 2020 പ്രഖ്യാപിച്ചതാണെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധികളും അതിർത്തി പ്രദേശത്ത് ചൈനയുടെ പിന്തുണയോടെയുള്ള വൻകിട പദ്ധതി വരുന്നതിലുമുള്ള ഇന്ത്യയുടെ ആശങ്കകളും കണക്കിലെടുത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇതിന് അന്തിമ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ചൈനയുടെ താൽപര്യങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന കമ്പനിയുടെ പശ്ചാത്തലവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പദ്ധതിയുടെ ചുമതലയുള്ള പവർ ചൈന ഒരു സ്വകാര്യ കമ്പനിയല്ല, മറിച്ച് ചൈനീസ് മിലിറ്ററി സിവിൽ ഫ്യൂഷൻ നയങ്ങളുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായും നേരിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വൻകിട പൊതുമേഖലാ സ്ഥാപനമാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലുടനീളവും സിവിലിയൻ എഞ്ചിനീയറിംഗിന്റെ മറവിൽ തന്ത്രപ്രധാനമായ സ്വാധീനം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ നിർമ്മിച്ച് പരിചയമുള്ള കമ്പനിയാണിത്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ജലസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നദിയുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുമാണ് ടീസ്റ്റ പദ്ധതി കൊണ്ടുവരുന്നത്. ടീസ്റ്റ നദിയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനായി വിപുലമായ രീതിയിൽ നദി ഖനനം ചെയ്യുക, കരനിർമ്മാണം, ഭൂമി വീണ്ടെടുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ റോഡുകൾ, ജലസേചന സംവിധാനങ്ങൾ, നഗരകേന്ദ്രങ്ങൾ, ടൂറിസം സൗകര്യങ്ങൾ, നദീതീരങ്ങളിലെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ എന്നിവ വികസിപ്പിക്കാനും ഇത് വിഭാവനം ചെയ്യുന്നു. ടീസ്റ്റ പദ്ധതിക്കായി ബംഗ്ലാദേശ് ചൈനയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. പദ്ധതിയുടെ വലിപ്പവും ഇന്ത്യ ബംഗ്ലാദേശ് ചർച്ചകളിലെ പ്രതിസന്ധിയും. നദിയിൽ നിന്ന് 140 ദശലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കം ചെയ്യാനും 171 ചതുരശ്ര കിലോമീറ്റർ ഭൂമി വീണ്ടെടുക്കാനും 82 ജെട്ടികൾ നിർമ്മിക്കാനും നദീതീരത്ത് 224 കിലോമീറ്റർ റോഡ് ശൃംഖല നിർമ്മിക്കാനും ബംഗ്ലാദേശ് ഇതിലൂടെ പദ്ധതിയിടുന്നുണ്ട്. ഇത്രയും വലിയൊരു പദ്ധതിക്ക് വൻതോതിലുള്ള ധനസഹായവും നൂതനമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ആവശ്യമാണ്. അതോടൊപ്പം ടീസ്റ്റ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കവും ചൈനയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണമാണ്. വേനൽക്കാലത്ത് ജലസേചനത്തിനായി കൂടുതൽ വെള്ളം വേണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. 2010 ഒരു താൽക്കാലിക കരാറിന്റെ കാര്യത്തിൽ ധാരണയിലെത്തിയിരുന്നെങ്കിലും അത് അന്തിമമാക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിരുന്നില്ല. അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ എതിർപ്പായിരുന്നു ഇതിന് കാരണം. ടീസ്റ്റ പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായുള്ള ചൈന ബംഗ്ലാദേശ് കരാറിൽ ഇന്ത്യക്ക് ശക്തമായ ആശങ്കകളുണ്ട്. ഭൂമിശാസ്ത്രപരമായ അടുപ്പമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ബംഗ്ലാദേശിലെ പദ്ധതി പ്രദേശങ്ങളായ നീൽഫാമരിയും രംഗപൂരും ഇന്ത്യയുടെ ജൽപായ്ഗുരി ജില്ലയ്ക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചിക്കൻ സ്നെക്ക് അഥവാ സിലിഗുരി കോറിഡോർ സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിലുണ്ടാകുന്ന ഏത് തടസ്സവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധങ്ങളെ സാരമായി ബാധിക്കും. ടീസ്റ്റ നദിയുമായി ബന്ധപ്പെട്ട സാധ്യതാ പഠനം ഒരു പൂർണ്ണ പദ്ധതിയായി മാറുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ടീസ്റ്റ തടത്തിൽ ചൈനയ്ക്ക് ദീർഘകാല പങ്കാളിത്തം ലഭിക്കുകയാണെങ്കിൽ ഈ നദി ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി തർക്കമെന്ന നിലയിൽ നിന്ന് മാറി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ തർക്കവേദിയായി മാറും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.